നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു. പല കുട്ടികളും അറിഞ്ഞിട്ടുണ്ട്, പല കുട്ടികളും അറിയാത്തതുണ്ട്. ഇതിനകത്ത് ചെറിയ വീഡിയോ ആണെങ്കിൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പലരും എഴുതിയ മാർക്ക് കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, ഇതിനുള്ള എല്ലാ ഉത്തരവുണ്ട്. അങ്ങനെ +1 റിസൾട്ട് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നത് hsc.kerala.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാം, സ്കൂൾ വൈസ് അറിയാമെങ്കിൽ സ്കൂൾ വൈസ് അറിയാൻ പറ്റും, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇനിയും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു, ജയിച്ചെങ്കിൽ അത് വളരെ നല്ല കാര്യം. എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ്. ചില കുട്ടികൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാവർക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക ഈ വീഡിയോ. ഒരുപക്ഷെ ചില കുട്ടികൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുന്നില്ല, +1 ഇംപ്രൂവ്മെന്റ് നന്നായിട്ട് എഴുതി മാർക്ക് കിട്ടുന്നില്ല. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. റീവാലുവേഷൻ കൊടുക്കാം, സ്കൂട്ടണി, അതായത് ഇത് മാർക്കിലൊന്ന് എണ്ണി നോക്കുന്ന രീതി, ഫോട്ടോ കോപ്പി എടുത്താൽ നമ്മുടെ സ്വന്തം പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പിയും കിട്ടുക. അന്നേരം നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് മാർക്ക് കിട്ടില്ലെങ്കിൽ നമുക്ക് ചോദിച്ച് മേടിക്കാം. അന്നേരം റീവാലുവേഷൻ 500 രൂപയാണ് ഒരു പേപ്പറിന്. സ്കൂട്ടണിക്കാണെങ്കിൽ 100 രൂപയാണ് ഒരു പേപ്പർ. സ്കൂട്ടണിക്ക് വലിയ വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ ലോകം കൂട്ടുന്നതിൽ ഒരു 3, 4, 5 മാർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നല്ല വ്യത്യാസങ്ങളായിരിക്കും. ഫോട്ടോ കോപ്പിക്ക് നമ്മുടെ സ്വന്തം പേപ്പറിങ് നമ്മുടെ കയ്യിൽ കിട്ടുക 300 രൂപയാണ് പെർ പേപ്പർ. നിങ്ങൾ 2 ഓപ്ഷൻസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. സാമ്പത്തികം ഓരോരുത്തരുടെ രീതിയിൽ പോലിരിക്കും, ഓരോ കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും. ഫോട്ടോ കോപ്പി റീവാലുവേഷൻ കൊടുത്താൽ നല്ലതായിരിക്കും. ഫോട്ടോ കോപ്പി എടുക്കുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന് നമുക്ക് മാർക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഹയർ സെക്കൻഡറി ബോർഡിൽ പോകാൻ പറ്റുമായിരിക്കാം, നമുക്ക് മാർക്കിൻ്റെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. റീവാലുവേഷൻ കൊടുത്താൽ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് മാർക്ക് അല്ലാതെ കിട്ടാനുള്ള ചാൻസ്, കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. കാരണം പക്ഷേ അന്നേരം അത് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ 300, 500, 800 രൂപ അതിനാകും ഒരു പേപ്പറിന്, പെർ പേപ്പർ. അന്നേരം ഇതൊക്കെയാണ് രീതി. ഇനി നമുക്കറിയാം +1ഉം +2 കൂട്ടിയാണ് സ്റ്റേറ്റ് സിലബസിൻ്റെ +2കാരുടെ റിസൾട്ട്. +1ഉം +2 കൂട്ടിയാണ് സ്റ്റേറ്റുകാരുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ +1ൽ നമ്മൾ ഫെയിലായി എന്ന് വിചാരിക്കുക. +2ൽ ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് 5 മാർക്കേ ഉള്ളൂ +1. +2ൽ നിങ്ങൾ +1 +2 കൂട്ടുമ്പോൾ 36 മാർക്ക് കിട്ടിയാൽ, സബ്ജക്റ്റുകൾക്കല്ല, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും അല്ല, ബാക്കി സബ്ജക്റ്റുകൾക്കെല്ലാം 36 മാർക്കും, ഇംഗ്ലീഷിനും സെക്കൻഡ് ലാംഗ്വേജിന് 48 മാർക്കുമാണ് ജയിക്കാൻ വേണ്ടത്. 2 വർഷത്തോടെ കൂട്ടി 5 മാർക്കേ ഉള്ളെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് ഈ മെയിൽ വരും. ജൂൺ ആദ്യം പരീക്ഷയുണ്ട് സെക്കൻഡ് ഇയറിൻ്റെ സേ എക്സാം എന്ന് പറഞ്ഞാൽ സേവ് 1 ഇയറിനേ ഉള്ളൂ. അല്ല നാണക്കേടൊന്നും വിചാരിക്കണം, അത് എഴുതി കിട്ടിയിരിക്കണം നിങ്ങൾ. അതങ്ങനെ നിങ്ങളുടെ വർഷം സേവായി, അതാണ് സേവ് 1 ഇയർ. അന്നേരം 5 മാർക്കേ ഉള്ളെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾ എഴുതി കഷ്ടപ്പെട്ട് പഠിച്ചാൽ കിട്ടിയിരിക്കും. 31 മാർക്ക് മേടിച്ചാൽ 31ഉം 5, 36 മാർക്ക് നിങ്ങൾ ജയിച്ചു, നിങ്ങൾ +2 ജയിച്ചു. ആ കടമ കടന്നിരിക്കണം നിങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇപ്പോൾ എല്ലാ വർഷത്തേക്കും കുട്ടികൾ 99% വിജയിച്ച് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ ഫോട്ടോസ് ഉൾപ്പെടെ നമ്മൾ ഇട്ടാൽ, കാരണം ആ രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കും. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, നമുക്ക് ഒറ്റ മാസം പോലും, ഇപ്പം നോക്കിയത് പോലും ഒറ്റ മാസമേ ഉള്ളൂ. അതായത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് 5-6 മണിക്കൂർ പഠിച്ചാൽ മതി. ഒരു സബ്ജക്റ്റ് 5 വിഷയങ്ങൾ പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈസി ആയിട്ട് എഴുതിയെടുത്തിട്ടുള്ളവരുണ്ട്. 6 വിഷയം പോയിട്ടുള്ളവരാണെങ്കിൽ എഴുതിയെടുത്തിട്ടുണ്ട്, നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട്. അന്നേരം അത്രയും കുറഞ്ഞ മണിക്കൂർ നല്ല ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജയിക്കുകയും ചെയ്യാം. അന്നേരം ഇനി നിങ്ങൾക്ക് +1 +2 സേയുടെ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും +1ഉം +2 ഏതൊക്കെയാണ് സബ്ജക്റ്റ്, അത് സയൻസ് മാത്രമല്ല, കൊമേഴ്സിൽ ഏത് സബ്ജക്റ്റ് ആയാലും ഹ്യൂമാനിറ്റീസിൽ ഏത് സബ്ജക്റ്റ് ആയാലും നമ്മളിതെല്ലാം ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് 1 മാസ സമയം ഇപ്പോൾ ഉണ്ട്. ഇപ്പം മെയ് 5 ഒരു ജൂൺ 5, 10 ഇടയിൽ പരീക്ഷ ഉറപ്പിക്കാം. നമുക്ക് ഏത് സേയുടെ പരീക്ഷ. അന്നേരം അതിനുള്ളിൽ നമുക്ക് വൃത്തിയായിട്ട് 1, 2, 3 വട്ടം പഠിച്ചു തീർക്കാം. അന്നേരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ മതി. അന്നേരം അങ്ങനെ ഒരു ഓപ്ഷൻസ് കൂടെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അന്നേരം ഒരിക്കലും തോറ്റ കുഞ്ഞുങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അടുത്ത പരീക്ഷ, ഇപ്പം കിട്ടുന്ന പരീക്ഷ മാക്സിമം മുതലാക്കിയുള്ളൂ. അത് ജയിച്ച് അതിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഒറ്റ മാസത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെയും പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 വർഷം നഷ്ടപ്പെടും. അത് ഡേഞ്ചറസ്, വെരി വെരി ഡേഞ്ചറസ്. ഓക്കെ, അന്നേരം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് സൈഡ് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിൻ്റെ എല്ലാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് വരും. കാരണം ഇതിൻ്റെ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് അപ്ഡേറ്റ്സ് എന്തായാലും ഇട്ടേക്കും. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെവർ എവർ
ഗിവ് അപ്പ്.